ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭാപ്രസംഗകനിലെ അധ്യായങ്ങൾ താരതമ്യേന ചെറുതാണ്. കൂടാതെ ഓരോ അധ്യായവും ഓരോ പ്രത്യേക ആശയത്തെ പല രീതിയിൽ അവതരിപ്പിക്കുന്നതായും കാണാം. അതുകൊണ്ട് തന്നെ സഭാപ്രസംഗകനിൽ നിന്നും അർത്ഥവത്തായ ചോദ്യങ്ങൾ ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഹീബ്രു പദത്തിൽ നിന്നുമാണ്? ഉത്തരം കൊഹേലത്ത്. ചോദ്യം 2. കൊഹേലത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമ എന്താണ്? ഉത്തരം സഭാപ്രസംഗകൻ. ചോദ്യം 3. ഗ്രന്ഥത്തിൽ എന്തു പറയുന്നതുകൊണ്ടാണ് സഭാപ്രസംഗകൻ്റെ കർത്തൃത്വം സോളമനിൽ ആരോപിക്കപ്പെടുന്നത്? ഉത്തരം ദാവീദിൻ്റെ പുത്രനും ജെറുസലേമിൽ രാജാവും. ചോദ്യം 4. സഭാപ്രസംഗകൻ ഏതു നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടു എന്നാണ് പൊതുവായ അഭിപ്രായം? ഉത്തരം BC 3-ാം നൂറ്റാണ്ടിൽ. ചോദ്യം 5. സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥം BC 3-ാം നൂറ്റാണ്ടിൽ ആര് രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം? ഉത്തരം ഏതോ യഹൂദ ചിന്തകൻ. ചോദ്യം 6. സഭാപ്രസംഗകനിൽ സ്വാധീനം ചെലുത്തിയ ചിന്താധാര ഏതാണ്? ഉത്തരം ഗ്രീക്ക് തത്വചിന്ത. ചോദ്യം 7. സഭാപ്രസംഗകൻ്റെ ചിന്താഗതികളെക്കുറിച്ച് ആമുഖത്തിൽ നൽകുന്ന സൂചന എന്താണ്? ഉത്തരം അവ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാ. ചോദ്യം 8. ഏത് വിപ്ലവത്തിന് മുൻപുള്ള പരിവർത്തന ദശയിലെ കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിക്കാം? ഉത്തരം മക്കബായ വിപ്ലവം. ചോദ്യം 9. സൂര്യന് കീഴെ നടക്കുന്നതെല്ലാം എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ്റെ നിഗമനം? ഉത്തരം മിഥ്യയാണ്. ചോദ്യം 10. താൻ ആരുടെ പുത്രൻ എന്നാണ് സഭാപ്രസംഗകൻ സ്വയം അവകാശപ്പെടുന്നത്? ഉത്തരം ദാവീദിൻ്റെ. ചോദ്യം 11. സഭാപ്രസംഗകൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ എത്ര തവണ മിഥ്യ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? ഉത്തരം 5. ചോദ്യം 12. സൂര്യന് താഴെ മനുഷ്യന് എന്ത് ഫലം എന്ന് സഭാപ്രസംഗകൻ എന്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഉത്തരം അധ്വാനത്തെ. ചോദ്യം 13. എന്താണ് വരികയും പോവുകയും ചെയ്യുന്നത്? ഉത്തരം തലമുറകൾ. ചോദ്യം 14. തലമുറകൾ വരികയും പോവുകയും ചെയ്യുമ്പോഴും എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഉത്തരം ഭൂമി. ചോദ്യം 15. എന്താണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത്? ഉത്തരം സൂര്യൻ. ചോദ്യം 16. സൂര്യൻ വേഗം തിരിച്ചെത്തുന്നത് എവിടെയാണ്? ഉത്തരം ഉദിച്ചിടത്ത് തന്നെ. ചോദ്യം 17. എന്താണ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഉത്തരം കാറ്റ്. ചോദ്യം 18. തെക്കോട്ടും വടക്കോട്ടും വീണ്ടും തെക്കോട്ടും വീശുന്ന കാറ്റിൻ്റെ അവസ്ഥ എന്തെന്നാണ് സഭാപ്രസംഗകൻ 1:6 പറയുന്നത്? ഉത്തരം ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ചോദ്യം 19. സമുദ്രത്തിലേക്ക് ഒഴുകുന്നത് എന്ത്? ഉത്തരം നദികൾ. ചോദ്യം 20. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഉത്തരം സമുദ്രം നിറയുന്നില്ല. ചോദ്യം 21. മനുഷ്യന് സകലവും എന്താണ്? ഉത്തരം ക്ലേശഭൂയിഷ്ടം. ചോദ്യം 22. പൂരിപ്പിക്കുക. സകലവും മനുഷ്യന് ഡാഷ്. അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം. കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ ഡാഷ്. ഉത്തരം ക്ലേശഭൂയിഷ്ടം, മതി വരുന്നില്ല. ചോദ്യം 23. കണ്ടിട്ടോ കേട്ടിട്ടോ മതി വരാത്തത് ആർക്ക്? ഉത്തരം കണ്ണിനും ചെവിക്കും. ചോദ്യം 24.
എവിടെ പുതിയതായി ഒന്നുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന് കീഴെ. ചോദ്യം 25. എന്ത് വീണ്ടും ഉണ്ടാകുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഉണ്ടായത് തന്നെ. ചോദ്യം 26. സൂര്യന് കീഴെ എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ 1:9 പറയുന്നത്? ഉത്തരം പുതുതായി ഒന്നുമില്ല. ചോദ്യം 27. പുതിയത് എന്ന് പറയുന്നത് പോലും എന്നു മുതൽ ഉണ്ടായിരുന്നതാണ്? ഉത്തരം യുഗങ്ങൾക്ക് മുൻപ് തന്നെ. ചോദ്യം 28. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് വരും തലമുറ എന്ത് ചെയ്യും? ഉത്തരം അവ ആരും ഓർക്കുകയില്ല. ചോദ്യം 29. വരാനിരിക്കുന്നവയെ ആര് ഓർമ്മിക്കുകയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ. ചോദ്യം 30. സഭാപ്രസംഗകൻ എവിടുത്തെ രാജാവായിരുന്നു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്? ഉത്തരം ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ. ചോദ്യം 31. ആകാശത്തിന് കീഴ് സംഭവിക്കുന്നതെല്ലാം എപ്രകാരം ആരാഞ്ഞറിയാനാണ് സഭാപ്രസംഗകൻ പരിശ്രമിച്ചത്? ഉത്തരം ജ്ഞാനത്തോടെ. ചോദ്യം 32. വ്യഗ്രതയോടെ ചെയ്യാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച ജോലി എപ്രകാരമുള്ളതാണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എത്ര ക്ലേശകരമാണ്. ചോദ്യം 33. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും വീക്ഷിച്ച സഭാപ്രസംഗകന് ലഭിച്ച തിരിച്ചറിവ് എന്തായിരുന്നു? ഉത്തരം എല്ലാം മിഥ്യയും പാഴ്വേലയും അത്രേ. ചോദ്യം 34. എണ്ണാൻ അസാധ്യമായത് എന്തിനെയാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഇല്ലാത്തത്. ചോദ്യം 35. വളഞ്ഞത് നേരെയാക്കാൻ ആർക്ക് കഴിയുകയില്ല, തുടർന്നു വരുന്ന വാക്യമെന്ത്? ഉത്തരം ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ചോദ്യം 36. ജെറുസലേമിൽ തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികമായി സഭാപ്രസംഗകൻ സമ്പാദിച്ചതെന്താണ്? ഉത്തരം ജ്ഞാനം. ചോദ്യം 37. തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ജ്ഞാനം സമ്പാദിച്ച സഭാപ്രസംഗകൻ എന്തിൻ്റെ യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്നാണ് സ്വയം വിചാരിച്ചത്? ഉത്തരം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും. ചോദ്യം 38. എത്ര കാര്യങ്ങൾ വിവേചിച്ചറിയാനാണ് സഭാപ്രസംഗകൻ 1:17 ഗ്രന്ഥകർത്താവ് ഉദ്യമിച്ചത്? ഉത്തരം 4. ചോദ്യം 39. സഭാപ്രസംഗകൻ 1:17 പ്രകാരം സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ ഉദ്യമിച്ചതിൽ പെടാത്ത കാര്യം ഏത്? എ ജ്ഞാനത്തെയും, ബി അറിവിനെയും, സി വിവേകത്തെയും, ഡി ഭോഷത്വത്തെയും. ഉത്തരം സി വിവേകത്തെയും. ചോദ്യം 40. ജ്ഞാനത്തെയും അറിവിനെയും ഭോഷത്വത്തെയും വിവേചിച്ചറിയാൻ ഉദ്യമിച്ച സഭാപ്രസംഗകനുണ്ടായ തിരിച്ചറിവ് എന്താണ്? ഉത്തരം ഇതും പാഴ്വേലയാണെന്ന്. ചോദ്യം 41. ജ്ഞാനമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം ദുഃഖവും ഏറുന്നു. ചോദ്യം 42. അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരം വ്യസനവും വർദ്ധിക്കുന്നു. ചോദ്യം 44. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 18. ചോദ്യം 45. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത്? ഉത്തരം മിഥ്യകളിൽ മിഥ്യ. ചോദ്യം 46. സഭാപ്രസംഗകൻ 1-ാം അധ്യായത്തിൻ്റെ ആകത്തുകയായി സഭാപ്രസംഗകൻ പറയുന്ന ആശയം എന്താണ്? ഉത്തരം എല്ലാം മിഥ്യയാണ്. ചോദ്യം 47. അധ്യായവും വാക്യവും ഏത്? കഴിഞ്ഞതൊന്നും ആരും ഓർക്കുന്നില്ല, വരാനിരിക്കുന്നവയെ അവയ്ക്ക് ശേഷം വരാനിരിക്കുന്നവർ ഓർമ്മിക്കുകയുമില്ല. ഉത്തരം
സഭാപ്രസംഗകൻ 1:11. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? തലമുറകൾ വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഉത്തരം സഭാപ്രസംഗകൻ 1:4. ചോദ്യം 49. അധ്യായവും വാക്യവും ഏത്? വളഞ്ഞത് നേരെയാക്കാൻ ആർക്കും കഴിയുകയില്ല, ഇല്ലാത്തത് എണ്ണുക അസാധ്യം. ഉത്തരം സഭാപ്രസംഗകൻ 1:15. ഈ സെറ്റിലെ അവസാന ചോദ്യം 50. വചനം എഴുതുക. സഭാപ്രസംഗകൻ 1:10. ഉത്തരം പുതിയത് എന്ന് പറയാൻ എന്തുണ്ട്? യുഗങ്ങൾക്ക് മുൻപ് തന്നെ അതുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.